നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ നൂറൂട്ട് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കൾ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കഥയെക്കുറിച്ചാണ്. എന്താണ് ആ കഥ എന്നാണെങ്കിൽ, രണ്ട് സഹോദരന്മാരെ കുറിച്ചുള്ള കഥ ജൂതന്മാരുടെ ഇടയിലുള്ള ഒരു കഥയാണ്. ഈ കഥ എന്തിനാണ് ഇപ്പോൾ പറയുന്നത് വെച്ചാൽ, ഒരു ചെറിയൊരാവശ്യം ഈ കഥ കൊണ്ട് നമുക്കുണ്ട്. നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഒരു രാജ്യത്ത് രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു. അവർ നല്ല സൗഹാർദ്ദത്തിൽ ജീവിച്ചു പോരുന്ന ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ ഏറ്റവും നല്ല രണ്ട് ആളുകളായിരുന്നു. ഇവർ വർഷാവർഷം തങ്ങൾക്ക് സ്വന്തമായുള്ള ഭൂമിയിൽ കൃഷി ചെയ്യുകയും അതിൻ്റെ വിളവ് യഥാവിധി എടുക്കുകയും യഥാവിധി പങ്കിട്ടെടുക്കുകയും ചെയ്യുന്ന ഒരു പതിവായിരുന്നു. ഇവർക്ക് രണ്ട് ആളുകളും വിവാഹിതരാണെങ്കിലും ഒരാൾക്ക് മാത്രമേ സന്താന ഭാഗ്യം ലഭിച്ചിരുന്നുള്ളൂ. ഒരാൾക്ക് സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഇക്കുറിയും, അതായത് ഈ വർഷവും അവർ കൃഷി ചെയ്യുകയുണ്ടായി. അങ്ങനെ കൃഷി ചെയ്തപ്പോൾ ധാരാളം ധാന്യങ്ങൾ ഉണ്ടാവുകയും ആ ധാന്യം എല്ലാം കൊയ്ത് മെതിച്ച് പിന്നെ ഒന്നിച്ച് അളന്ന് തിട്ടപ്പെടുത്തി തുല്യമായി വീതിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ അവർ അതേ ദിവസം തങ്ങളുടെ കളങ്ങളിൽ ഉള്ള തൊട്ടടുത്തുള്ള കൊച്ചു വീടുകളിൽ തന്നെ ഉറങ്ങാൻ കിടക്കുകയും അങ്ങനെ നേരം പരപരാ വെളുത്തതിന് ശേഷം തങ്ങൾക്ക് കിട്ടിയ ധാന്യം ഒക്കെ ചാക്കിലാക്കി ടൗണിൽ കൊണ്ടുപോയി വിൽക്കാം എന്ന് കരുതുകയുണ്ടായി. ഈ കഥ വളരെ കാലം മുമ്പുള്ള കഥയാണ് കേട്ടോ. യഥാർത്ഥത്തിൽ നടന്ന കഥ തന്നെയാണ്. വളരെ കാലം മുമ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ ദാവൂദ് നബിയുടെ കാലത്ത് നടന്ന കഥയാണ്. അപ്പം മനുഷ്യർ ഏതോ കാലത്ത് ഈ ഭൂമിയിലുണ്ട് എന്നുള്ളതാണ്. 1,25,000-ൽ പരം അംബിയ മുർസലിങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് നബിയെക്കുറിച്ച് മാത്രമേ കൂടുതൽ അറിവുള്ളൂ. അതുപോലെ യൂസുഫ് നബിയെക്കുറിച്ച് അറിവുണ്ട്, അതുപോലെ ഇബ്രാഹിം നബിയെക്കുറിച്ച് അറിവുണ്ട്. ഇങ്ങനെ പല നബിമാരെക്കുറിച്ചും ഒരുപാട് അറിവുകളുണ്ട്. പക്ഷെ ദാവൂദ് നബിയെക്കുറിച്ച് നമുക്ക് അറിവ് കുറവാണ്. ഈ ദാവൂദ് നബി എന്ന് പറയുന്നത് പിന്നെ ജൂതന്മാർക്കിടയിൽ വന്ന നബിയാണ്. എന്തായാലും ശരി, ആ കഥയിലേക്ക് നമ്മൾ പോകും മുമ്പ് ഈ കഥ മുഴുമിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ രണ്ട് സഹോദരന്മാർ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുകയുണ്ടായി. അങ്ങനെ ഉറങ്ങാൻ കിടന്ന സഹോദരനും അനിയനും പരസ്പരം വെവ്വേറെ തന്നെയാണ് കിടന്നത്. ഞാൻ പറഞ്ഞില്ലേ, രണ്ടുപേരും വിവാഹിതരായ കാരണം പിന്നെ ഭാര്യമാരുടെ കൂടെയാണല്ലോ ശയിക്കേണ്ടത്. അങ്ങനെ ശയിക്കാനായിട്ട് രണ്ട് കുടിലുകളിൽ പിന്നെ കിടന്നുറങ്ങുകയുണ്ടായി. അങ്ങനെ ഉറങ്ങുമ്പോൾ നേരെ ജ്യേഷ്ഠന് ഒരു തോന്നലുണ്ടായി. എന്താ വെച്ചാൽ, ദൈവമേ, തൻ്റെ അനിയന് മക്കൾ ഒന്നുമില്ല, തനിക്കാണെങ്കിൽ ധാരാളം മക്കളുണ്ട്. അപ്പോൾ തൻ്റെ അനിയൻ പാവമാണ്, തന്നേക്കാൾ പാവമാണ്. അവൻ്റെ ഈ ദുരിതങ്ങളും മറ്റും കാണുമ്പോൾ ഈ തുല്യമായി പങ്കിട്ടെടുത്ത ധാന്യം എന്നത് ഒരു തെറ്റായ കാര്യം പോലെ തോന്നുക. അപ്പോൾ എന്താ ഉണ്ടായിച്ചാൽ, ജ്യേഷ്ഠന് എങ്ങനെ കിടന്നിട്ടും ഉറക്കം വന്നില്ല. ഒടുവിൽ അയാൾ എന്ത് ചെയ്തു എന്നറിയോ? അയാൾ വേഗം എണീറ്റ് ധാന്യപ്പുരയിലേക്ക് നടന്നു.
അവിടെ വെച്ചിരുന്ന പറയെടുത്ത് തൻ്റെ ഓഹരിയിൽ നിന്ന് ഒരു 10 പറ ധാന്യം അളന്നിട്ട് അനിയൻ്റെ ഓഹരിയിൽ കൊണ്ടിടാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ നിശ്ചയിച്ചുറച്ചിട്ട് ആരും അറിയാതെ രാത്രിയിൽ ഇയാൾ എണീറ്റ് ഒരു 10 പറ നെല്ല് അല്ലെങ്കിൽ ഗോതമ്പ് തൻ്റെ ധാന്യത്തിൽ നിന്ന് അളന്ന് തിട്ടപ്പെടുത്തി അനിയൻ്റെ ധാന്യകൂമ്പാരത്തിൽ കൊണ്ടിട്ടു. എന്നിട്ട് ഈ ഒരു നല്ല ദൗത്യം നിർവഹിച്ചു എന്നുള്ള ഒരു മനസ്സമാധാനത്തോടു കൂടി വന്ന് കിടന്ന് ഉറങ്ങി, അല്ലെങ്കിൽ ഉറങ്ങാൻ കിടന്നു. എന്നാൽ ഈ കഥയൊന്നും തന്നെ അനിയൻ അറിയുന്നില്ല. പക്ഷേ അനിയൻ ഉറങ്ങിയിരുന്നില്ല. അനിയൻ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഉറക്കം വരുന്നില്ല. അയാളിങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ തൻ്റെ ജ്യേഷ്ഠന് ധാരാളം മക്കളുണ്ട്, ദൈവം തനിക്ക് മക്കളെ ഒന്നും തന്നിട്ടുമില്ല, പിന്നെ എന്തിനാണ് തനിക്ക് ഇത്രയും തോന്നുന്ന ധാന്യം? എന്നിട്ട് അതൊക്കെ വിറ്റിട്ടുള്ള കാശും ധാന്യങ്ങളും ഒക്കെ കിട്ടേണ്ടത് ജ്യേഷ്ഠനും മക്കൾക്കുമാണ്. തനിക്ക് മക്കളില്ലാത്ത കാരണം അല്പം ധാന്യം മതി. അപ്പോൾ എന്തായാലും ശരി, തുല്യമായി വീതിച്ച് വെച്ചിരിക്കുന്ന ഈ ധാന്യത്തിൽ നിന്ന് ഒരു 10 പറ ധാന്യം തൻ്റെ ജ്യേഷ്ഠന് കൊണ്ടിട്ട് കൊടുക്കാം രാത്രിയിൽ, ജ്യേഷ്ഠൻ അറിയാതെ. പകലാവുമ്പോൾ ജ്യേഷ്ഠൻ തൻ്റെ ഈ ദാനം സ്വീകരിക്കാൻ തയ്യാറാവില്ല, കാരണം തന്നോടുള്ള സ്നേഹം കാരണം. അങ്ങനെ ഈ 2 ജൂതം ജ്യേഷ്ഠാനുജന്മാരും ഇങ്ങനെ ചിന്തിച്ചുറച്ചു. അനിയൻ തൻ്റെ കിടക്കപ്പായിൽ നിന്ന് എണീറ്റ് തൻ്റെ ധാന്യകൂമ്പാരത്തെ സമീപിച്ച് തൻ്റെ പക്കലുള്ള പറയെടുത്ത് 10 പറ ധാന്യം ആ രാത്രി തന്നെ തൻ്റെ പങ്കിൽ നിന്ന് ജ്യേഷ്ഠൻ്റെ ധാന്യകൂമ്പാരത്തിൽ കൊണ്ടിട്ടു. എന്നിട്ട് സമാധാനത്തോടെ വന്ന് കിടന്നുറങ്ങി. ഇവിടെ എന്താണ് സംഭവിച്ചത്? തുല്യമായ ചിന്തയാണ് സംഭവിച്ചത്. എന്തായാലും ഇതൊന്നും അറിയാൻ കണ്ട് രണ്ടുപേരും രാവിലെ ഉറക്കമെണീറ്റു. ജോലിക്കാരൊക്കെ വന്നു നോക്കുമ്പോൾ ധാന്യത്തിൽ പ്രത്യേകിച്ച് കുറവോ അല്ലെങ്കിൽ ഏറെയോ ഒന്നും തന്നെ കാണാനില്ല. എന്താണ് സംഭവിച്ചതെന്നുള്ള ഏകദേശ രൂപം മനസ്സിലായപ്പോൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ചു സ്നേഹം പങ്കുവച്ച് ഒരുപാട് കരഞ്ഞു. ഇനി അങ്ങനെ ആ ദിവസം കഴിഞ്ഞു പോയി. അപ്പോൾ ആ സ്നേഹിതന്മാരുടെ സ്നേഹം വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ ആ സ്ഥലം ആണ് ഏറ്റവും നല്ല സ്ഥലം എന്ന് പിന്നെ ദൈവം ദാവൂദ് നബിക്ക് അറിയിച്ചു കൊടുത്തതിൻ്റെ പുറകെ ആ സ്ഥലം ടോട്ടൽ ദാവൂദ് നബി വാങ്ങി. അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അപ്പോൾ 600 താലത്ത് സ്വർണത്തിനാണ് വാങ്ങിയത് എന്നാണ് കണക്ക്. അങ്ങനെ 600 താലത്ത് സ്വർണത്തിന് വാങ്ങിയ ആ ഭൂമിയാണ് ടെമ്പിൾ മൗണ്ട് എന്നറിയപ്പെടുന്നത്. ഇന്നത്തെ ടെമ്പിൾ മൗണ്ടിൽ ബൈത്തുൽ മുഖദ്ദിസ് ഉൾപ്പെടുന്നു. പക്ഷെ അന്ന് അവിടെ ബൈത്തുൽ മുഖദ്ദിസ് ഒന്നുമില്ല. അവിടെയാണ് യഥാർത്ഥത്തിൽ ആദ്യത്തെ ഒരു ബൈത്തുൽ മുഖദ്ദിസ് എന്നത് രൂപം കൊള്ളുന്നത്. അന്ന് ബൈത്തുൽ മുഖദ്ദിസ് ഇല്ല, പക്ഷെ അതിൻ്റെ സ്ഥാനം അവിടെയാണ്. ആ കൃഷിയിടത്തിലാണ്. അതാവട്ടെ ഭൂമിയുടെ ഒത്ത സെൻട്രുമാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ സ്ഥലം ദാവൂദ് നബി വാങ്ങിയ സ്ഥലമാണ്. എന്നിട്ടാണ് അവിടെ ടെമ്പിൾ പണിയുന്നത്. ഈ ടെമ്പിള് പണിഞ്ഞത് സ്വർണം കൊണ്ടാണെന്ന് പറയപ്പെടുന്നു. ഈ ടെമ്പിൾ ഒരുപാട് പേര് ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. ആ ടെമ്പിള് വീണ്ടും പൊളിക്കുകയും വീണ്ടും പണിയുകയും വീണ്ടും പൊളിക്കുകയും വീണ്ടും പണിയുകയും ചെയ്തു. അതായത് ആ ടെമ്പിൾ ഒരുപാട് തവണ ആക്രമിക്കപ്പെട്ടു. മനസ്സിലായില്ലേ? റോമാക്കാർ തകർത്ത് തരിപ്പണമാക്കി. അതേ റോമാ സാമ്രാജ്യത്തിൽ നിന്ന് വന്നിട്ട് ചില ആളുകൾ വീണ്ടും പണിതു. ഒരു രാജാവ്, ആ രാജാവിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ കുറേ ആളുകൾ വന്ന് വീണ്ടും അത് പൊളിച്ചു.
അപ്പോൾ അതിൻ്റെ ഓരോ കല്ലുകളിലും പിന്നെ തീ പിടിപ്പിച്ചിട്ട് സ്വർണം ഉരുകിയതിനെ തുടർന്ന് ആ സ്വർണം മുഴുവൻ ആളുകൾ എടുത്തുകൊണ്ടുപോയി. അത് ബൈബിൾ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു കല്ല് ശേഷിക്കാതെ പൊളിക്കപ്പെടും എന്നാണ് പറഞ്ഞത്. എന്താണ് കാരണം എന്നറിയാവോ? ആ ഒരു കാരണം കൂടിയും പറഞ്ഞു തരാം. ഒരു അവസരത്തിൽ തനിക്ക് എത്ര പടയാളികളുണ്ട് എന്ന് ദാവൂദ് നബി എണ്ണുകയുണ്ടായി. അങ്ങനെ യൗവനയുക്തരായ ആളുകളെ എണ്ണിയപ്പോൾ 13 ലക്ഷം പേര് വാളെടുത്ത് യുദ്ധം ചെയ്യാൻ തക്ക വിധത്തിൽ തങ്ങളുടെ ഗ്രൂപ്പിലുണ്ടെന്ന് ഒരിക്കൽ ദാവൂദ് നബി അഹങ്കരിച്ചു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനാലാണ് ഈ സർവ്വവിധ നാശങ്ങളും ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ഈ ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ കഥ. ആ ടെമ്പിൾ മൗണ്ടിലാണ് പിന്നീട് ബൈത്തുൽ മുഖദ്ദിസ് പണിതിട്ടുള്ളത്. ഇനി ആ കഥയെപ്പറ്റി നമുക്ക് മറ്റൊരു കഥയിൽ പറയാം. ഈ ബൈത്തുൽ മുഖദ്ദിസ് നിൽക്കുന്ന ഭൂമി 600 താലത്തിന്, അന്നത്തെ ഒരു കണക്കാണ്, 600 താലത്തിന് സ്വർണം. ഒരു താലത്ത് സ്വർണം, 2 താലത്ത് സ്വർണം, അങ്ങനെ 600 താലത്ത് സ്വർണത്തിന് വാങ്ങിയ സ്ഥലം. അപ്പോൾ ആ സ്ഥലം ദാവൂദ് നബി വാങ്ങിയതാണ്. ഇനി ദാവൂദ് നബിയുടെ ഒരു പേര് നിങ്ങൾക്ക് കേൾക്കണ്ടേ? ദാവീദ് എന്നാണ് ഇസ്രായേലികൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ ജൂതന്മാർ വിളിക്കുന്നത്, പലസ്തീനികൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ പഴയ കാലത്തെ ദാവൂദ് നബിയുടെ പേരാണ് ദാവീദ്. ഇനി താലൂത്തുണ്ടോ? അതായത് ഇവരുടെയൊക്കെ ഒരു ശത്രു താലൂത്തും ജാലൂത്തും ഉണ്ട്. അപ്പോൾ ദാവീദും ഗോലിയാത്തും എന്നൊരു കഥ ബൈബിളിൽ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് ദാവൂദ് നബിയും താലൂത്തും ആണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് ഓൾഡ് മുസ്ലിമിൻ്റെ കഥ. ഈ മുസ്ലിങ്ങൾ വന്നതിനൊരു രൂപം വേണ്ടേ? അതായത് ഈ ഓൾഡ് മുസ്ലിങ്ങൾ തന്നെയാണ് ജൂതന്മാർ. ഇപ്പോൾ ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ജൂതന്മാർ എന്ന്. ഇനി അപ്പോൾ ഈ റോമാക്കാരാൽ ലോകം മുഴുവൻ അകറ്റപ്പെട്ട ജൂതന്മാർ, അല്ല റോമാക്കാർ മുസ്ലിമോ ജൂതനോ ഒന്നുമല്ല, അത് വേറൊരു വർഗ്ഗമാണ്. പിന്നെ പേർഷ്യക്കാരും ഒരുപാട് ആക്രമിക്കുകയുണ്ടായി അതേ സ്ഥലത്തിന്. ആ കഥയൊക്കെ ഞാൻ പിന്നീട് പറയാം. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് 600 താലത്തിന് ദാവൂദ് നബി വാങ്ങിയ സ്ഥലം, ബൈത്തുൽ മുഖദ്ദിസ് നിൽക്കുന്ന സ്ഥലം. ഇതിനെ ഇപ്പോൾ ടെമ്പിൾ മൗണ്ട് എന്ന് വിളിക്കപ്പെടുന്നു. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതെല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ കഥ അവസാനിച്ചിട്ടൊന്നുമില്ല, ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ മറ്റൊരു കഥയുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. കഥ നമുക്ക് തുടരാവുന്നതാണ്. എങ്ങനെയാണ് ഈ ജൂതന്മാരും മുസ്ലിങ്ങളും, അല്ലെങ്കിൽ ഹമാസ് എന്ന് പറയുന്നത് ആര്, എങ്ങനെ, എപ്പോൾ, എന്തിന് എന്നുള്ള കഥ നമുക്ക് വീണ്ടും തുടരാവുന്നതാണ്.